വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോയ് ഡോളിനെയാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് വേർഷൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ലോങ് വേർഷൻ ഇടാൻ കുറച്ച് വൈകിപ്പോയിട്ടോ. ചില വീഡിയോസൊക്കെ നമ്മൾ ഷോർട്ട് വേർഷൻ ഇടുമ്പോൾ ചില ആൾക്കാർക്ക് അത് ലോങ് വേർഷനിലും കൂടെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം മേക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ കൂടെ തന്നെ വീഡിയോസ് കാണാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഷോർട്ട് വേർഷൻ മാത്രം മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലോങ് വേർഷനും കൂടെ ചെയ്യുന്നത്. പലരും ചെയ്യാറുണ്ട്, ഞാനത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിന്ന് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത് കോൾ പോസ്ലിൻ ക്ലേ വെച്ചിട്ടാണ്. അതൊരു ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പലരും തന്നെ കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടില്ലാത്തവർ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഫറൻസ് വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാലുകളാണ് ആദ്യം സ്കൾപ്റ്റ് ചെയ്തത്. അത് പാൻസും കൂടെ വരുന്ന ഒരു കാലിൻ്റെ പോർഷനാണ് സ്കൾപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേ കളറ് ആണ് ക്ലേയുടെ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ കോൾ പോസ്ലിൻ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്യാറില്ല. എനിക്കതങ്ങനെ നന്നായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ചിലവർക്കത് ഇഷ്ടമുണ്ടാവുമായിരിക്കും. കാരണം കളറ് പിന്നെ വേറെ ഏത് കളർ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കളറായിരിക്കും വരുന്നത്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കളർ മിക്സ് ചെയ്തിട്ട് എനിക്ക് കിട്ടേണ്ട കളർ ഏതാണോ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച കളർ കിട്ടും ഏകദേശം. ഇല്ലെങ്കിലും എനിക്ക് അതൊരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ ഇപ്പോൾ റെഡാണ്. ഞാൻ ഉദ്ദേശിച്ചത് ലൈറ്റ് റെഡാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ഡീപ്പ് റെഡ് ആണെങ്കിൽ എനിക്കതിലൊരു പ്രശ്നം തോന്നാറില്ല. അതൊരു പുതുമയായിട്ട് കണ്ടിട്ട് ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്ത് മുന്നോട്ട് പോകും. ആകെ പ്രശ്നം എന്താ വെച്ചാൽ സ്കിൻ ടോണാണ്. അതും എനിക്ക് ചിലപ്പോൾ ഡാർക്കറായിട്ട് പോകും. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വേറൊരു ടോണായിരിക്കും. ചിലപ്പോൾ ഒത്തിരി ലൈറ്റായി പോവും. ഞാൻ ചിലപ്പോൾ മീഡിയം ടോൺ ഉദ്ദേശിച്ച് ചിലപ്പോൾ ഒത്തിരി ലൈറ്റായിട്ട് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഡാർക്കായി പോകാറുണ്ട്. ഞാൻ ഏത് കളറാണ് ഉദ്ദേശിച്ചത് അത് എക്സാക്ട്ലി കിട്ടിയില്ലെങ്കിലും ഞാൻ കിട്ടിയ കളർ വെച്ചിട്ട് മൂവ് ഓൺ ചെയ്യാറാണ് പതിവ്. സോ അതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഇപ്പം ഷൂസിൻ്റെ ഭാഗം നമ്മൾ ചെയ്തു. പിന്നെ അപ്പർ ബോഡിയിൽ വൈറ്റ് കളർ ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ പാൻസിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ആദ്യം ഉണ്ടാക്കി, അത് പിന്നെ ഉണക്കിയെടുത്തു. അതിൽ കുറച്ച് മറ്റേ പോക്കറ്റിൻ്റെ ഭാഗം അതെല്ലാം സ്കൾപ്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസാണ്. ഫേസിൻ്റെ ഫുൾ വേർഷനൊന്നും ഞാനിപ്പം ഒരുപാട് വീഡിയോസിൽ കാണിക്കാറില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്ന സമയത്തിനൊന്നും വീഡിയോ ഇടയിൽ നടക്കാറില്ല. അതെൻ്റെ കുറ്റമാണ്, ശരി, സമ്മതിച്ചു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഫേസ് ചെയ്യുന്ന സമയത്തെ അത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ താമസിക്കുന്നത്. ഓൾറെഡി ഞാൻ ഫേസ് സ്കൾപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോരാന്ന് പറയുന്നവരോടാണ് ഞാൻ ഈ പറയണേ. ഞാൻ വീണ്ടും ഇപ്പോൾ കുറച്ചൊക്കെ കൂടെ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഫേസൊക്കെ. അത് കുറച്ചുകൂടെ നന്നാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നന്നാക്കിയിട്ട് ഞാൻ എന്താണെങ്കിലും അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഷൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കൈകൾ ചെയ്തിട്ടുണ്ട്. കൈകളൊന്നും ചെയ്ത് കാണിക്കാത്തത് പല വീഡിയോസിലും നമ്മൾ കൈകളൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. സെയിം മെത്തേഡ് ആയതുകൊണ്ട് ഇതിലതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഞാനിത് ഷോർട്ട് വേർഷനും ലോങ് വേർഷനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഭാഗം വേറൊരു സർഫസിൽ വെച്ചിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയെടുക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിസ്റ്റത്തിൽ കിടക്കുകയായിരുന്നു. അത് ഇവിടുന്ന് തപ്പിയൊക്കെ എടുത്ത് വന്നപ്പോഴാണ് വെച്ച് താമസിച്ചു പോയി. ഇനി നമ്മളൊരു ഓവർ കോട്ടാണ് ചെയ്യുന്നത്. അതായത് ഹുഡി പോലെ ഒരു ഓവർ കോട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഹുഡിയുടെ പുറകിലുണ്ടാകുന്ന ഒരു ക്യാപ്പിൻ്റെ ഭാഗം അതെല്ലാം വെച്ച് കൊടുക്കുകയാണ്. അതൊരു ലൈറ്റ് ഗ്രേ കളറിലാണ് നമ്മൾ ചെയ്യണത്. പാൻസ് നമ്മൾ ഡാർക്ക് ഗ്രേ കളറിലാണല്ലോ ചെയ്തത്. അപ്പോൾ ഒരു കോട്ട് വന്നിട്ട് അതും ലൈറ്റ് ഗ്രേയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈകൾ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ കൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ പല വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡോൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈകൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ. ഇനി ആ സ്ലീവ്സിലും നമ്മൾ കുറേ ഇംപ്രഷൻസ് എല്ലാം ഇങ്ങനെ മടക്കിയിരിക്കണ പോലെയൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉണക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കണ്ണ് വരയ്ക്കുക. പിന്നെ ഗേൾസിന് വരയ്ക്കുന്ന പോലെ അത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് കണ്ണിൽ കുറേ കൺമഷി അങ്ങനത്തെ ഒന്നും വയ്ക്കണമെന്നില്ല. ലിപ്സിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വയ്ക്കണമെന്നില്ല. അതായത് ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ലിപ്സ്റ്റിക്ക് കുറച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ബോയ്സും ഉണ്ടാവുമല്ലോ.
ഇതിൽ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ചിലരൊക്കെ ഇത് കൊറിയൻ ബോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി ആ സ്റ്റൈൽ അവസാനം ചെയ്ത് വന്നപ്പോൾ ഒരു കൊറിയൻ ബോയുടെ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതൊന്നും അല്ലായിരുന്നു. എന്നോട് ഒരുപാട് പേര് ഗേൾസിനെ മാത്രം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോയ്സിനെയും കൂടെ സ്കൾപ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. കുഞ്ഞു ബോയ്സിനെയാണ് കൂടുതലും ചെയ്യുന്നത്. കുറച്ചും കൂടിയും വലിയ ആൾക്കാരെ ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. പതുക്കെ പതുക്കെ ശരിയാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റൈലുണ്ടെന്ന് തോന്നുന്നു. ആനിമേ ബോയ് പോലെയൊക്കെ ഉണ്ട്. ആനിമേസ് ചൈനീസ്, കൊറിയൻ, ജാപ്പനീസ് എല്ലാം ചേർന്നിട്ടാണല്ലോ ആനിമേസിൽ വരിക. സോ ഏകദേശം ഒരു ഏഷ്യൻ ബോയിൻ്റെ പോലെ തന്നെ ഉണ്ട്. ആൻഡ് ഇനി നമ്മളിതെല്ലാം ഉണക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ ക്യൂട്ട് കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. cheers.